ഇന്നിവിടെ ഭയങ്കര മഴയായിരുന്നു. നല്ല രസമുള്ള മഴയായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഇടിയും മിന്നലെല്ലാം ഉണ്ടായിരുന്നു. അപ്പം മഴ ഇപ്പം ചെറുതായിട്ടേ പൊടിയണുള്ളൂ. ഇപ്പം അതാ അടിപൊളി ചായ. എന്താ മഞ്ഞ കേക്കുണ്ടല്ലേ, ആ മഞ്ഞ കേക്ക്. ഈ മഞ്ഞ കേക്ക് പണ്ട് നമ്മൾ 1 രൂപ കിട്ടിയാൽ അത് 5 രൂപയാവാൻ വേണ്ടി കാത്തിരിക്കുക ഈ മഞ്ഞ കേക്ക് വാങ്ങിക്കുക. നല്ല രുചിയാണ്. പക്ഷെ ഇപ്പം ഇതിൻ്റെ പുറത്ത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. പണ്ടത്തെ അതിൻ്റെ അത്ര രുചിയില്ലെങ്കിലേ നല്ല ടേസ്റ്റാണ്. ഈ ചായയിൽ മുക്കി ഇങ്ങനെ കഴിക്കാനും ഞാൻ കാണിച്ചു ചെയ്ത് പിടിച്ച ഈ ചായയിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് 2-3 പ്രാവശ്യം മുക്കണമെങ്കിൽ ഇതിൽ ചായയുടെ നല്ല ഒരു ടേസ്റ്റാണ്. ഒരു ചായയുടെ ഗ്ലാസ് രാജകുമാരിയിൽ നിന്ന് എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയത്. നല്ല രുചിയുണ്ട്. അപ്പം ഇത് കാണിക്കാനാണ് വന്നത്. മഞ്ഞ കേക്ക് കിട്ടിയപ്പോൾ ഞാൻ കാണിക്കാമെന്ന് വെച്ച്. മഞ്ഞ കേക്ക് മാത്രമല്ല, എൻ്റെ ഒട്ടേറ അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഒട്ടേറ പോലെ ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ പുറത്ത് അത് റബ്ബർ പോലെ ഇരിക്കും. നല്ല കടിക്കുന്ന അതിൻ്റെ പുറത്ത് ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രുചിയാണ്. പിന്നെ മറ്റേ മുട്ടായി ഉണ്ടല്ലോ ഇങ്ങനെ ചതുരം, പിന്നെ അതിൽ എന്തെങ്കിലും കപ്പലണ്ടിയൊക്കെ ഇട്ട്, കപ്പലണ്ടി അരച്ചാണ് ചേർത്തിട്ടുള്ളത്. എനിക്ക് ആ മുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തൊരു ജോക്കർ, അതൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രെഡാണെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ചെറുത്, അത് വെള്ളത്തിലിട്ടിട്ട് കോർത്തി കലക്കി കോരി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴും ഞാൻ കുടിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ബിസ്ക്കറ്റ്, ആ ബിസ്ക്കറ്റ് മാത്രം, വേറെ ബിസ്ക്കറ്റ് ഞാൻ ചെയ്യില്ല. പക്ഷെ ആ ബിസ്ക്കറ്റ്, വേറെ ബിസ്ക്കറ്റ് കിട്ടി ചെയ്യൂലെന്നല്ല, എന്നാലും അത് അവൾക്ക് ഓഫറായി കാണിക്കണം. എന്നാലും എനിക്ക് മറ്റ് ബിസ്ക്കറ്റ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യൂല കേട്ടോ. ഇപ്പം നല്ല വണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ട് വല്ല ആഹാരം എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു മടുപ്പ്. എന്നാലും ഞാൻ ഇങ്ങനെ തിന്നാതെ വണ്ണം വയ്ക്കുന്നെങ്കിൽ ഞാൻ ഇത് തിന്നാൽ ഭയങ്കരമായിട്ട് വയ്ക്കൂലെന്ന് ചിന്തിക്കും. പക്ഷെ എന്നാലും ഞാൻ കഴിക്കും. പക്ഷെ എനിക്കത് എടുക്കുമ്പോൾ ഒരിത് തോന്നും, ഒരു പേടി. ഇതാണോ. പിന്നെ നിങ്ങൾ കമൻറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലേ എനിക്ക് റിപ്ലൈ ഇടാൻ പറ്റും. നിങ്ങൾ ചോദിക്കണം കേട്ടാ. എൻ്റെ മോള് കാണിക്കണേന് ഞാൻ നോക്കണം. അപ്പോൾ ആ കമൻറ്റിലൂടെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താലേ എനിക്കറിയാൻ പറ്റൂ കേട്ടാ. ഇതെനിക്ക് കറുത്ത കുത്താണ്. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ കുത്ത് എവിടെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമല്ലോ, അവർ ചോദിക്കും അടയാളം. അപ്പം എനിക്കിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്കിവിടെ വരണത് ഇവിടെ കുത്തു പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഇപ്പം ഇവിടെ ഉണ്ട്, മുഖം മൊത്തം ഉണ്ട്. അത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടല്ലോ. അപ്പോൾ ശരി, ടാ. പിന്നെ ഞാൻ കുറച്ച് ചെറിയ കഥകൾ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറയും കേട്ടാ. നാളെ തൊട്ടുള്ള വീഡിയോയിൽ അവൾ ചിരിക്കണേ, എന്തോ എൻ്റെ അമ്മ ഇവിടെ കാണിക്കണേന്ന്. അല്ലാ.